റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന്റെ ഭാഗമായി ചില കടുത്ത തീരുമാനങ്ങൾ അമേരിക്ക എടുത്തത് നമ്മളെല്ലാം അറിഞ്ഞതാണ്. അന്നത് ട്രംപ് വെറും വാക്ക് പറഞ്ഞതാണെന്നാണ് തോന്നിയതെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ താക്കീതുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്ക് മേൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത തീരുവ ചുമത്തുമെന്ന് US സെനറ്റർ ലിൻസെ ഗ്രഹാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങളെ പ്രത്യേകം പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. റഷ്യൻ എണ്ണ വാങ്ങുന്ന ആളുകൾക്ക് മേലാണ് ട്രംപ് തീരുവ ചുമത്താൻ പോകുന്നത്. ചൈന, ഇന്ത്യ, ബ്രസീൽ ഈ 3 രാജ്യങ്ങളും വില കുറഞ്ഞ റഷ്യൻ എണ്ണയുടെ 80% വാങ്ങുന്നുണ്ട്. അതാണ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധതന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ പ്രസിഡന്റ് ട്രംപ് ആ രാജ്യങ്ങൾക്കെല്ലാം മേൽ 100% തീരുവ ചുമത്താൻ പോകുന്നുവെന്ന് ഗ്രഹാം പറയുകയുണ്ടായി. മാത്രമല്ല പുടിനെ സഹായിച്ചതിനുള്ള ശിക്ഷയാണിത് എന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റിന് ആ ഉപരോധങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നും റഷ്യൻ സൈനികരെ അവഗണിക്കാൻ കഴിയുമെന്നുമാണ് ഗ്രഹാം പറയുന്നത്. മാത്രമല്ല ചൈന, ഇന്ത്യ, ബ്രസീൽ എന്നിവ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയോ പുടിനെ സഹായിക്കുകയോ എന്നതിൽ ഒരു തിരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അവർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തിരഞ്ഞെടുക്കുമെന്നാണ് താൻ കരുതുന്നത് എന്നും US സെനറ്റർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വ്ളാഡിമിർ പുടിനെ രൂക്ഷമായി വിമർശിച്ച ഗ്രഹാം തന്റേതല്ലാത്ത രാജ്യങ്ങളെ ആക്രമിച്ച് മുൻ സോവിയറ്റ് യൂണിയൻ പുനഃസൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. 90കളുടെ മധ്യത്തിൽ റഷ്യ അവരുടെ പരമാധികാരം ബഹുമാനിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് യുക്രൈന് 1700 ആണവായുധങ്ങൾ ഉപേക്ഷിച്ചു. 90കളുടെ മധ്യത്തിൽ റഷ്യ അവരുടെ പരമാധികാരം ബഹുമാനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് മൂലം ഉക്രൈൻ 1700 ആണവായുധങ്ങൾ ഉപേക്ഷിക്കുകയുണ്ടായി. എന്നാൽ പുടിൻ ഈ വാഗ്ദാനം ലംഘിച്ചു എന്ന് പറഞ്ഞ ഗ്രഹാം ആരെങ്കിലും യുദ്ധം നിർത്താൻ നിർബന്ധിക്കുന്നത് വരെ അദ്ദേഹം ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി. അവിശ്വസനീയമാംവിധം അപകടകാരിയായ ഇറാനെ ട്രംപ് കൈകാര്യം ചെയ്തതിനു ശേഷം ഇനി പുടിന്റെ ഊഴമാണ്. അവിടെയും ഇറാനുമേൽ പ്രവർത്തിച്ചതുപോലെ തന്നെ ട്രംപ് പ്രവർത്തിക്കും. ട്രംപ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെയും വിദേശ നയതന്ത്രത്തിലെയും സ്കോട്ടി ഷെഫ്ലർ ആണ്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നതിലൂടെ അമേരിക്ക ചെയ്തിട്ടുള്ളത്. പുടിനെതിരെ പോരാടാൻ യുക്രൈന് ആയുധങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. ചൈനയോടും ഇന്ത്യയോടും ബ്രസീലിനോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ യുദ്ധം തുടരാൻ നിങ്ങൾ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഞങ്ങൾ നിങ്ങളെ കീറി മുറിച്ച് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. മാത്രമല്ല രക്തപ്പണമാണ് ഈ രാജ്യങ്ങൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതേസമയം യുക്രൈനുമായി വളരെ താമസിയാതെ തന്നെ ചർച്ച ഉണ്ടാവുമെന്നും എന്നാൽ ഇപ്പോൾ അതിന് സമയമായില്ല എന്നുമാണ് റഷ്യ പറയുന്നത് എന്നാണ് ശ്രദ്ധേയമായ കാര്യം.